ഹലോ ഗൈസ്, അപ്പം ഇന്ന് എന്തൊക്കെ കഴിച്ചെന്ന് കണ്ടാലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഈ ഒരു പൂരി മസാലയാണ് കഴിച്ചിട്ടുണ്ടായത് കേട്ടോ. എന്നത്തെയും പോലെ ഇന്ന് ചോറല്ല, അതിന് പകരം വെറൈറ്റി ആയിട്ട് ഇത് കഴിക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. അത് കഴിഞ്ഞൊരു 10 മണിയൊക്കെ ആയപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റാണ് കഴിച്ചത്. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, ബട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മളൊരു വാട്ടർമെലൺ കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായി. ചൂടുകാലമൊക്കെ അല്ലേ ഗൈസ്, ഇങ്ങനത്തെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. പീസൊക്കെ കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ കഴിക്കാനാണ്. അത് കഴിഞ്ഞതേ പപ്പനെ കൊണ്ടൊരു കരിക്ക് വെട്ടിപ്പിച്ചു. കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഗൈസ് കരിക്ക്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ സ്നേഹപ്രകടനമാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇതേ ലാസ്റ്റ് കരിക്ക് കയ്യിൽ കിട്ടി. ഇത് വീട്ടിൽ തെങ്ങ് കയറ്റക്കാരൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞിടിപ്പിച്ചതാണ്. ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. കുറച്ച് മൂപ്പ് കൂടിയെങ്കിലും സാരില്ല ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായി. ഉച്ചയ്ക്ക് ഇതേ അമ്മ ഫുഡ് ഞങ്ങൾ എല്ലാ ഐറ്റംസും ഒരുക്കുന്നുണ്ട്. ഇന്ന് ചിക്കൻ ഫ്രൈ ആണ് ഉച്ചയ്ക്ക് ഇവിടുത്തെ സ്പെഷ്യൽ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ ചിക്കനാണ് ഗൈസ്. ഇന്ന് ചിക്കൻ ഫ്രൈയും ആ സലാഡും കൂട്ടി നല്ല രീതിക്ക് അങ്ങോട്ട് ഒരു കഴിക്കലങ്ങോട്ട് കഴിച്ചു. സുഖമായിട്ടൊരു ഉറങ്ങിയിട്ട് വന്നപ്പോൾ നല്ല ചൂട് ചായയോടൊപ്പം ഈ ഒരു പപ്പടവടയാണ് കഴിച്ചത് ഗൈസ്. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞിട്ട് 5 മണിക്ക് ആയപ്പോൾ കൊത്തു പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായി. കഴിക്കണം എന്നൊരാഗ്രഹം, അതുകൊണ്ട് കൊത്തു പൊറോട്ട കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്, ഒന്നും പറയാനില്ല. ഇതുകൊണ്ട് നൈറ്റൊന്നും കഴിക്കേണ്ടി വന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.